ഹായ്, വെൽക്കം ടു നിജു ബേബി വേൾഡ്. ഇന്ന് നിജു ഒരു യാത്ര പോവുകയാണ്. എവിടേക്കാണെന്നല്ലേ? മറ്റെവിടേക്കുമല്ല, അവൾ അവളുടെ നാട്ടിലൂടെ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. വളരെ സുന്ദരമായ ഒരു നാടാണ് അവളുടേത്. അതുമാത്രമല്ല, ഒരുപാട് പ്രത്യേകതകളുമുണ്ട്. ജാതി മതഭേദമന്യേ സുന്ദര സൗഹൃദത്തോടു കൂടി കഴിയുന്ന ഒരു സുന്ദരമായ നാടാണ്. അവിടെ കേരളത്തിൽ മാത്രം കാണപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്ന, എന്നാൽ കേരളത്തിൽ തന്നെ അപൂർവമായിട്ടുള്ള കുടക്കല്ല് വരെയുണ്ട്. അപ്പൊ നമുക്ക് അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയാലോ? അപ്പോൾ ഏതാണ് അവളുടെ നാടെന്നല്ലേ? അത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്തുള്ള പട്ടർക്കുളം ആണ് അവളുടെ നാട്. വളരെ സുന്ദരമായ ഒരു നാടാണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയില്ലേ? അതെ, പട്ടർക്കുളം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു കുളമാണ് അവിടെ നമ്മൾ ചെല്ലുമ്പോൾ സ്വീകരിക്കുന്നത് ഒരു കുളം തന്നെയാണ്. വളരെ സുന്ദരമായി കെട്ടിവെച്ചിരിക്കുന്ന, വളരെ പൗരാണികത നിറഞ്ഞ ഒരു കുളം തന്നെയാണ് പട്ടർക്കുളം. പട്ടർക്കുളം അങ്ങാടിക്കടുത്ത് തന്നെയാണ് ഈ കുളമുള്ളത്. ഇവിടുത്തുകാരുടെ ഒരു ജലസ്രോതസ് കൂടിയാണ് ഈ കുളം. ഈ കുളത്തിന് ചുറ്റും നമുക്ക് ട്രഡീഷണൽ രീതിയിലുള്ള വീടുകളും കാണാൻ പറ്റും. കുറച്ചു കാലം മുമ്പ് വരെ പട്ടർക്കുളം മൊത്തം ഇത്തരത്തിലുള്ള വീടുകളാൽ നിറഞ്ഞിരുന്നു. പക്ഷേ ഈ അടുത്തായി കടകൾക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി അവയെല്ലാം പൊളിച്ച് മാറ്റുകയാണ് ഉണ്ടായത്. പട്ടർക്കുളം കേൾക്കുമ്പോൾ നമുക്കൊരു വെറൈറ്റി ഫീൽ ചെയ്യുന്നില്ലേ? അതെ, അതുപോലെ ഒരു വ്യത്യസ്തമായ പേര് വരാനുള്ള കാരണം പണ്ട് കാലത്ത് ഇവിടെ പട്ടർമാരാണ് താമസിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇത്ര ഇവിടം പട്ടർക്കുളം എന്നറിയപ്പെടുന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. നമുക്ക് അനുമാനിക്കാം. കാരണം അത്തരത്തിലുള്ള ട്രഡീഷണൽ വീടുകളും കുളവും എല്ലാമായി വളരെ ട്രഡീഷണൽ ആയിട്ട് തന്നെയാണ് ഇവിടം കിടക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് കുടക്കല്ലും ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വിശ്വസിക്കാം. ഈ കുളത്തിനോട് ചേർന്ന് തന്നെ ഒരു മക്ബറയുണ്ട്. സയ്യിദ് അലി പൂക്കോയ തങ്ങൾ മക്കാമാണ്. അങ്ങോട്ടാണ് ഇപ്പോൾ നിജു പോകുന്നത്. ഇവിടുത്തുകാർ ഇന്നും ഇവിടെ സന്ദർശിക്കാറുണ്ട്. ഇത് ഇവിടുത്തുകാരുടെ ഒരു വിശ്വാസമാണ്. തങ്ങൾക്ക് നേർച്ചയർപ്പിക്കുക എന്നുള്ളതൊക്കെ ഇവിടുത്തുകാരുടെ ഒരു വിശ്വാസം തന്നെയാണ്. തങ്ങളുടെ പിന്മുറക്കാരൊക്കെ എപ്പോഴും ഇവിടെയാണ് താമസിക്കുന്നത്. ഈ അടുത്ത കാലത്തായിട്ടാണ് ഈ മക്ബറയെ ഇത്തരത്തിൽ നന്നാക്കിയെടുക്കുകയും എല്ലാ വർഷവും ആണ്ട് നടത്തുകയും ഇതുപോലെ നേർച്ച അർപ്പിക്കുക തുടങ്ങിയ ഒരു വിശ്വാസങ്ങളൊക്കെ ഇവിടുത്തുകാർക്കുണ്ട്. ഈ മക്കാമിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പട്ടർക്കുളം ജുമാ മസ്ജിദ് ഉള്ളത്. മെയിൻ റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ കുളവും മക്കാമും എല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഇനി നിജു ബേബി എങ്ങോട്ടാണ് പോകുന്നത് എന്നല്ലേ? അതെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ അപൂർവമായി കാണുന്ന നമ്മുടെ കുടക്കല്ല് കാണാനുണ്ടെന്ന്. ഒരു നല്ല വഴിയൊന്നും ഞങ്ങൾ അങ്ങോട്ട് കണ്ടില്ല. മഴയും ചതുപ്പ് നിലവും എല്ലാം കാരണം വളരെ പ്രയാസപ്പെട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. എങ്കിലും ഞങ്ങൾക്കത് കാണാൻ പറ്റി. മഹാശില കാലഘട്ടത്തിൽ ശവസംസ്കാരത്തിനായി ഉപയോഗിച്ച ഒരു രീതിയായിരുന്നു അത്ര ഈ കുടക്കല്ല് എന്ന് പറയുന്നത്. നന്നങ്ങാടി കുടത്തിലടച്ച ശരീരം പിന്നെ മണ്ണിൽ വെച്ച് അതിന് മുകളിലായി 3-4 കല്ലുകൾ വെച്ച് അതിൻ്റെ മീതെ വലിയ പാറക്കഷ്ണം വെക്കുന്ന ഒരു രീതിയാണ് ഈ കുടക്കല്ല് എന്ന് പറയുന്ന ശവസംസ്കാര രീതി. പക്ഷെ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത്, ഞങ്ങളൊക്കെ കുട്ടിയായിരിക്കുന്ന കാലം മുതലേ പറയപ്പെടുന്നത് മറ്റൊരു കഥയാണ്. വളരെ രസകരമായി തോന്നുന്ന ഒരു കഥയാണ്.
അവർക്ക് പിന്നെ നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ മമ്പുറം തങ്ങൾ എന്നറിയപ്പെടുന്ന തങ്ങളോടുള്ള അതിയറ്റ വിശ്വാസവും സ്നേഹവും അദ്ദേഹത്തിന്റെ കറാമത്തിലുള്ള അതിയായ ഒരു വിശ്വാസം കൊണ്ട് തന്നെ ആയിരിക്കണം ഇങ്ങനെ ഒരു കഥ ജനിച്ചത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അദ്ദേഹം ഒരു ദിവസം ഈ വഴിയിലൂടെ നടന്നു വരുമ്പോൾ ഈ പാടവരമ്പിൽ ജോലി ചെയ്തിരുന്ന 3 സ്ത്രീകൾ നല്ല തൊപ്പിക്കുടയൊക്കെ ചൂടി അടുത്തൊരു എന്താ പറയുക വെറ്റില താളമൊക്കെ വെച്ച് വിശ്രമിച്ചിരിക്കുകയായിരുന്നു അത്രേ. ആ സമയത്താണ് തങ്ങൾ അതുവഴി പോകുന്നതും. തങ്ങൾ അതുവഴി പോകുമ്പോൾ അവർ തങ്ങൾക്ക് വഴി മാറി കൊടുത്തില്ല. ശുഭിതനായ തങ്ങൾ അവരോട് നിങ്ങൾ ഇവിടെ തന്നെ കല്ലായി ഇരിപ്പിൻ എന്ന് പറഞ്ഞ് അവരെ ശപിച്ചു എന്നാണ് ഈ നാട്ടുകാരുടെ വിശ്വാസം. ആ 3 കല്ലുകൾക്കിടയിലായിട്ട് ഒരു ചെറിയ കുഞ്ഞി കല്ലുണ്ട്. അതവരുടെ വെറ്റില താളമാണെന്നും ഈ മുകളിലുള്ള കല്ല് പിന്നെ അവരുടെ കുടയാണെന്നും 3 കല്ലുകൾ ആ സ്ത്രീകളാണെന്നുമാണ് ഇവിടുത്തുകാർ വിശ്വസിച്ചിരുന്നത്. ഇതൊക്കെ ഇവിടുത്തെ പഴമക്കാരുടെ വിശ്വാസങ്ങളാണ്. ചതുപ്പ് നിലമായതുകൊണ്ട് ഞങ്ങൾക്ക് കൊടക്കലിനടുത്ത് പോവാനോ വീഡിയോ എടുക്കാനോ ഒന്നും ശരിയായ രീതിയിൽ പറ്റിയിട്ടില്ല. കാലൊക്കെ പൂവിന്ത് പോകുന്ന രീതിയിലുള്ള ചതുപ്പാണ്. അത് കാരണം നല്ല പ്രയാസപ്പെട്ടിട്ടാണ് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തത്. ഈ പുരാതനമായ കുടക്കല്ല്, കുളം, അത്തരത്തിലുള്ള വീടുകൾ, മക്ബറ എല്ലാം ഒരുമിച്ച് തന്നെയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഇത്തരം കാഴ്ചകൾ കാണാനുള്ള ഒരു കൗതുകം കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടതാണ് ഞങ്ങൾ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിൽ നാട്ടുവിശേഷങ്ങളും കൊച്ചു കൊച്ചു തമാശകളും കളികളുമായി ഇനിയും നിജു ബേബിയുടെ വീഡിയോകൾ വരുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്കറിയാവുന്ന കൊച്ചു കൊച്ചു അറിവുകളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, തിരുത്തുക. ഇനിയും ഒരുപാട് നല്ല വീഡിയോകളായി നിജു ബേബി തിരിച്ചു വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.